ഒരു വടക്കൻ വീരഗാഥ 35 വർഷങ്ങൾക്ക് ശേഷം ഈ ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ടി വിയിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമ നമുക്കിനി 4K അറ്റ്മോസിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ഈ 89 ഇറങ്ങിയതിന് ശേഷം വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ 2025 ഫെബ്രുവരി 7-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പം നമ്മളൊക്കെ കുഞ്ഞെറുപ്പത്തിൽ ഞാനിതുവരെ തിയേറ്ററിൽ കണ്ടിട്ട് പോലുമില്ല ആ സിനിമ. എന്നാലും ഒരു 100 തവണ ടി വിയിലും അങ്ങനെയായിട്ട് കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ അത് കാണാൻ കിട്ടുന്നു പറയുമ്പം ഈ അടുത്ത് ഇപ്പോൾ റിലീസായ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുണ്ട്. ഒരു റൈറ്ററുടെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു നറേറ്ററുടെ ആംഗിളിൽ, ഒരു ഫിലിം മേക്കറുടെ ആംഗിളിൽ ആ സിനിമ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നടന്ന ചരിത്രത്തിൻ്റെ അകത്ത് തന്നെ വേറൊരു കഥയെ കണ്ടെത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ മറ്റൊരു റൈറ്ററിനോട് ഞാൻ ഈ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ എന്ത് ജോണറിൽ അന്ന് പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാരണം അതൊരു വടക്കൻ പാട്ടുകളിൽ കേട്ടിരുന്ന കഥകളുടെ മിത്തിൻ്റെ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ കേട്ടിരുന്ന കഥകളിൽ നിന്നും MT സാറ് അതിന് വേറൊരു ആംഗിൾ ആലോചിച്ച് വേറൊരു മൂഡിൽ ഒരു കഥ ഉണ്ടാക്കി പറയണം. അതൊരു ഹിസ്റ്ററി അല്ല, മിത്താണ്. അപ്പം ആ സുഹൃത്തിൻ്റെ പേര് അബിൻ ജോസഫ് എന്നാണ്. നരിവേട്ട എഴുതിയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച റൈറ്ററാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ അത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അല്ല, അതിനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കേട്ടിരുന്ന കഥകളിൽ നിന്നും മാറി വേറൊരു ആംഗിൾ അദ്ദേഹം കണ്ടെത്തിയിട്ട് എനിക്ക് വീണ്ടും ആ സിനിമ റീവിസിറ്റ് ചെയ്യാൻ ആ ടോക്കൊരു കാരണമായി. വീണ്ടും ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ, എങ്ങനെയാണ് MT സാർ അതിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് പഴയ MT സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്ത് കാണാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഈ സിനിമ ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ കഥയിലേക്ക് വരാൻ, ഇങ്ങനെ ചന്തുവിൻ്റെ കഥ പറയാൻ, അല്ലെങ്കിൽ കേട്ട ചന്തുവിൻ്റെ കഥകളിൽ ഇങ്ങനൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ എന്നൊക്കെ MT സാറ് ചിന്തിച്ചതിനെ കുറിച്ചിട്ട് ഒരു ഭയങ്കര ഡീപ്പായിട്ട് പുള്ളി വേറൊരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അദ്ദേഹം മരിച്ച സമയത്ത് കുറേ ഇൻ്റർവ്യൂസ് യൂട്യൂബിൽ വന്നിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, രണ്ടാമത് ആ ഇൻ്റർവ്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല, പക്ഷേ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ചെല്ലണം. പറഞ്ഞു വരുമ്പം ഈ ഘട്ടം കൂടി പറയണം. എന്നാലും വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രായത്തിൽ, നമ്മളൊക്കെ കുഞ്ഞെറുപ്പത്തിൽ അതെ ആ കണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം, അതായിരിക്കും നല്ലത്. അപ്പം നീയാണ് തിയേറ്ററിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തിയേറ്ററിൽ കണ്ട വ്യക്തി പോലാണ്. അത് ഞങ്ങൾ വീടിനടുത്തൊരു ചെറിയ സിനിമ, പഴയ സിനിമ ടാക്കീസ് സെറ്റപ്പ് കങ്ങരപ്പടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മിക്ക ദിവസങ്ങളിലും സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വടക്കൻ വീരഗാഥ ഇറങ്ങിയപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്ത്, അന്നൊരു 9:30-ക്കാണ് സെക്കൻഡ് ഷോ. അപ്പോൾ നമ്മളൊരു 9 മണിയോടുകൂടി. ഏത് ക്ലാസ്സാണെന്ന് അല്ല, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എനിക്കൊരു 6 വയസ്സുണ്ടാവും. 6 വയസ്സ്, അതായത് ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്. അപ്പോൾ ഒരു 9:30-ക്കാണ് ഷോ തുടങ്ങുന്നത്. നമ്മൾ 9 മണിക്ക് ചെന്ന്, അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ടും ഫസ്റ്റ് ഷോ നടക്കുകയാണ്, രാത്രി ആയതുകൊണ്ടും പിന്നെ ഇരുട്ടായതുകൊണ്ടൊക്കെ പടം തീരാറുമാകുമ്പോൾ ഈ കർട്ടനൊക്കെ ഡോറൊക്കെ തുറന്നിടും ഈ തിയേറ്ററിൻ്റെ. ഈ ഡോറൊക്കെ തുറന്നിട്ട് അപ്പോൾ നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ തന്നെ പുറത്തേക്ക് കേൾക്കാൻ പറ്റും ഡയലോഗല്ല, പഴയ ടാക്കീസ് ആയിരുന്നു. അപ്പോൾ ഈ കർട്ടനൊക്കെ മാറ്റി ഡോർ തുറന്നപ്പോൾ നമുക്ക് കാണാൻ അത്യാവശ്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ കൗതുകത്തോടു കൂടി പടം തീരെയാണല്ലോ അത് നോക്കി നിന്ന്. അപ്പോൾ വടക്കൻ വീര എന്നുള്ള സിനിമയിൽ ഞാൻ ആദ്യം കാണുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആണ്. ചന്തു കുത്തുകൊണ്ട് മരിക്കുന്നതാണ് ഞാൻ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമ കാണുന്നത്. അപ്പോൾ അത് ഈ വടക്കൻ വീരയെ പറ്റി പറയുമ്പോൾ ഞാൻ ഷെയർ ചെയ്യേണ്ട ഒരു സിനിമ ആദ്യം കാണുന്നത് അതിൻ്റെ അതും ഏറ്റവും പിവട്ടൽ പോയിന്റ് ആദ്യം കണ്ടിട്ട് ഇനി ആ സിനിമ കാണാനിരിക്കും, അയ്യോ മമ്മൂട്ടി മരിച്ചു പോകില്ലേ എന്ന് പറഞ്ഞ് കാണാതെ നോക്കേണ്ടി വരുന്ന അവസ്ഥ അന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ആ പ്രായത്തിൽ പിന്നെ കൂടുതലും ചിന്തിക്കാത്ത കാരണം കൊണ്ട് സിനിമ ആദ്യം പോലെ കാണുമ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വടക്കൻ വീരഗാഥ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നണത്, എനിക്ക് ഫീൽ ചെയ്യണത് ആ പേരിൽ തന്നെ ഒരു ചേകവന്മാരുടെ ഒരു ശൗര്യവും ഒരു അംഗം പെട്ടുമൊക്കെ ആ പേര് മുതലേ ആ സിനിമയ്ക്ക് ഒരു ഫീൽ ഉണ്ട്. വടക്കം വീരഗാഥ എന്നൊക്കെ പറയാം അല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ പേരിൽ തന്നെ ആ പേരിടുന്നത് മുതൽ അന്നത്തെ ബിഗ് ബജറ്റഡ് അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റാറർ സിനിമയാണ്. അതെ 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 അന്ന് ആ വാക്കുകളൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഓരോ ഫ്രെയിമിലും ഓരോ സോങ്ങിലും 100-100 1000 ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള ആളുകളെ വെച്ചിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ചെറിയ ഗെയിമല്ല, എല്ലാം സെറ്റാണ്, ഫുൾ സെറ്റപ്പില് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആർട്ട് വർക്ക് എല്ലാം ചെയ്ത് അങ്ങനെയാണ്. ഒരു റിയൽ സ്പോട്ട് ഉണ്ടാവണമെന്നില്ല. അല്ല, ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ല. അതിന് മുമ്പുള്ള നമ്മൾ സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തച്ചോളി വകരം എന്നൊക്കെ പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. വടക്കം പാട്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇത് MT ഹരിഹരനും കൂടി ആ സിനിമ ഉണ്ടാക്കുമ്പം
ആ കഥാപാത്രങ്ങളെ ഭയങ്കര എർത്തിയായ മനുഷ്യരാക്കി അവരുടെ ആത്മസംഘർഷങ്ങളിലൂടെ സിനിമ പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മറ്റേ പടം കാണുന്ന പോലെയല്ല വടക്കൻ വീരഗാഥ കാണുമ്പം അത് ചന്തുവിനും ഇവർക്കൊക്കെ മനുഷ്യൻ്റെതായ എല്ലാ വൾണറബിലിറ്റീസും ഉണ്ട്. യഥാർത്ഥ മനുഷ്യന് പച്ചയായ മനുഷ്യന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാവർക്കും ഉണ്ട്. അത് ആരോമലിനും ഉണ്ട്, ചന്തുവിനും ഉണ്ട്. അങ്ങനെയാണ് പുള്ളി ആ സിനിമയെ പിച്ച് ചെയ്യുന്നത്. ഇത്രയൊന്നും ഡീപ്പിൽ അന്ന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ എപ്പോൾ കണ്ടാലും കരയുമായിരുന്നു. ഈ സിനിമ അങ്ങനെയാണ് പുള്ളി കഥ പറയുന്നത്. എപ്പോഴും ആ വിനീത് അഭിനയിച്ച പൂച്ചക്കണ്ണുള്ള ആ ചെറുപ്പത്തിലെ ചന്തുവിനെ കാണുമ്പോഴേ അയാൾക്ക് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് ഒരു ഡയലോഗിന് സിനിമയിൽ എനിക്ക് ഒന്നോ ചെറിയ എന്തോ വാക്കുകൾ പറയുന്നുള്ളൂ. പക്ഷേ ഇമോഷൻ കൊണ്ട് എക്സ്പ്രഷൻ കൊണ്ട് അയാൾ ചന്തുവിൻ്റെ ആ അനാഥത്വത്തെ സൂചിപ്പിച്ചു എന്നാണ് അന്ന് അവാർഡ് നിർണ്ണയിച്ച ജൂറി പറഞ്ഞത്. മീൻസ് അവൻ്റെ സങ്കടം കാണുമ്പോഴേ നമുക്ക് കൊള്ളുമായിരുന്നു. അങ്ങനെയാണ് പുള്ളി ആ കഥ പറയുന്നത്. ഒരു വീരൻ്റെ കഥ അയാളുടെ ആത്മസങ്കടത്തിലൂടെയാണ് പുള്ളി പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഒരു 5 ഇവൻ്റാണ് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അതായത് അയാളുടെ ചെറുപ്പം, മലയനോട് തുരുത്തു മരിച്ച അച്ഛനിൽ നിന്നും അമ്മാവൻ എടുത്തുകൊണ്ടെന്ന് വരുന്ന ചെറുപ്പം, ഉണ്ണിയാർച്ചയെ ചെറുപ്പത്തിലെ നൂലാചാരം താലി കെട്ടുന്ന അത്, ചന്തു ഇയാളായിട്ട് മത്സരിക്കുന്ന ആരോമലുമായിട്ട് മത്സരിക്കുന്നത്, 2 ഇവരുടെ കല്യാണം വഴിതെറ്റി പോകുന്നത്, അരിങ്ങോടരെ പരിചയപ്പെടുന്നത്, ഏറ്റവും ഒടുവിൽ ഈ ഫൈനൽ മത്സരത്തിലേക്ക് ഇയാൾ തുണയായി പോകുന്നതും അവിടെ വെച്ച് നടക്കുന്ന ചതി. അങ്ങനെ ഒരു 5 ഇവൻറ്റിനെയാണ് എം ടി സാറ് ഈ ഫുൾ ഫ്ലോ ആയിട്ടുള്ള ഒരാളുടെ എൻറ്റയർ ലൈഫ് സ്റ്റോറിയാക്കി മാറ്റി പിടിച്ചിരിക്കുന്നത്. ഈ 5 ഇവൻറ്റിനെ നല്ല കൃത്യമായി നറേറ്റ് ചെയ്ത് നമ്മളെ കൊള്ളിച്ച് അങ്ങനെയാണ് ആ കഥ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കഥ പറച്ചിലിൻ്റെ ശാസ്ത്രമാണ് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ്. അതായത് എന്നും നമുക്ക് പഠിക്കാവുന്ന ടെക്സ്റ്റായിട്ട് ആ സിനിമ ഇരിക്കുന്നുണ്ട്. അല്ല, എൻ്റെ തിരക്കഥ വായിച്ചാലും നല്ല ത്രില്ലാണ്. തിരക്കഥ വായിച്ചാലും ഒറ്റയിരിപ്പിനും വായിച്ചു തീർക്കും നമ്മൾ. കറക്റ്റ് സിനിമ കാണുന്ന ഫീൽ തന്നെ തിരക്കഥ വായിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലിയും ഫിറ്റാണ് പടം. പിന്നെ ഫൈറ്റും പരിപാടികളും ഫൈറ്റൊക്കെ ഭയങ്കര വിസറലാണ്. വെട്ടിപ്പൊ കൊല്ലാതെ വെട്ടും പോലത്തെ മോഡിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ മൂഡുണ്ട്. അതായത് നന്നായി ആക്ടേഴ്സിനെയും അന്ന് അവൈലബിൾ ആയ എല്ലാ സാധനങ്ങളെയും ടെക്നിക്സിനെ എല്ലാത്തിനും നല്ല വൃത്തിയായിട്ട് സാർ യൂസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അന്നത്തെ രാജമൗലിയുടെ പോലെ അല്ലേ, വൻ ക്യാൻവാസിലാണ്. എന്നാലും സെറ്റുകളൊക്കെ റിയൽ ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഇത് കാണുമ്പോൾ ഒരു ഏലിയൻ സ്പേസ് പോലെ ഫീൽ ചെയ്യില്ല. എല്ലാം റിയൽ ആയിട്ടുള്ള റിയൽ സ്റ്റുഡിയോ സോങ്ങിൽ എല്ലാ സിനിമയിലും അതിനു മുമ്പത്തെ സിനിമകളിലൊക്കെ ഈ സ്റ്റുഡിയോ സോങ്സ് ആണ് ഉണ്ടായിരുന്നത്. സ്റ്റുഡിയോ സോങ് ആയി മാറുക അതില്ല. കുറച്ചുകൂടെ പ്രകൃതിയോട് അയലിച്ച് തന്നെയാണ് അവരത് ചെയ്തേക്കുന്നത്. ചതിയനായ ചന്തു, അതായത് ആരോമലെ ചതിച്ച, കുത്തുവിളക്കിന് കൊന്നു വീഴ്ത്തിയ, ഉണ്ണിയാർച്ചയുടെ മണിയറയിൽ പച്ചപ്പാതിരയ്ക്ക് ഭർത്താവില്ലാത്ത സമയത്ത് കയറി ചെന്ന പെണ്ണുപിടിയനും ചതിയനുമായ ചന്തു എന്ന് പറയുന്ന കഥയിൽ, വടക്കൻ പാട്ടിൽ, അത് പാണന്മാർ പാടികളെന്ന് പറഞ്ഞ പാട്ടിൽ എം ടി സാറ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ എനിക്ക് ലോജിക് എറർ തോന്നി എന്നാണ്. ഇത് നേരത്തെ പറഞ്ഞ പോയിന്റ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് തോന്നി എന്നാണ് എം ടി സാർ ഇതിനെപ്പറ്റി പറയുന്നത്. ഈ കഥ തിരിയാൻ കാരണം അതാണെന്നാണ്. ആ ലോജിക്സ്, അതായത് ഒറ്റത്തടിയിൽ പണിത വാതിലുകളും ഇതുപോലുള്ള പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയുടെ മുറിയിൽ അകത്തുനിന്ന് തുറക്കാണ്ട് ഒരാൾക്ക് കയറാൻ പറ്റില്ല. ചന്തുവിന് എന്ത് വലിയ സംഭവമാണെങ്കിലും അകത്തുനിന്ന് ആ വാതിൽ തുറന്നു കൊടുക്കാണ്ട് ഒരാളകത്ത് കയറില്ല. കുഞ്ഞിരാമൻ ആണുങ്ങളൊന്നും ആണായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അയാൾ ബിസിനസ്സും അല്ലെങ്കിൽ കളരിയും ഒക്കെ നോക്കി നടത്തുന്ന ആളായിരുന്നു ചന്തു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, വീരനായിരുന്നു. ഉണ്ണിയാർച്ചയ്ക്ക് അയാളോട് പ്രണയമുണ്ടായിരുന്നിരിക്കാം, വിളിച്ചിരുന്നിരിക്കാം. പേരുദോഷം ഒഴിവാക്കാൻ ആ സമയത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും, കുഞ്ഞിരാമേട്ടനാണ് കരുതി ഞാൻ വാല് തുറന്നപ്പം ഇവൻ കയറി വന്നു നരാധവൻ പെണ്ണുപിടിയൻ എന്ന് പറയുന്ന. അങ്ങനെ ആയിക്കൂടെ എന്നാണ് പുള്ളി അന്നേരം ആലോചിച്ചതെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? പിന്നെ അങ്ങനെയാണെന്ന് പറയുമ്പോഴും പുള്ളി അദ്ദേഹം എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്ന വടക്കൻ പാട്ടിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അതിനോട് ആ യൂണിവേഴ്സിൽ തന്നെയാണ് ഇന്ന് പുറത്ത് കയറി ഇത് അങ്ങനെ അല്ല എന്നല്ല പറയുന്നത്. ഇത് അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനെ അതുപോലെ തന്നെ വെച്ചിട്ട് അവിടെ നടന്നിരിക്കാൻ സാധ്യതയുള്ള റിയൽ ആയിട്ടുള്ള വേറെ ചില ഇമോഷൻസിന് പുള്ളി പ്ലേസ് ചെയ്തു സിംപ്ലി. അപ്പം മലയനോട് തുരുത്തു മരിച്ച അച്ഛനിൽ നിന്നും ഈ അമ്മാവൻ എടുത്തുകൊണ്ട് പോരെന്ന് പറയുമ്പോൾ അനാഥനായി പോയ ഒരാളെ, ഒരു കുഞ്ഞിനെ ഒരു വീട്ടിലേക്ക് ദത്തെടുത്തുകൊണ്ട് പോരുക. അവൻ അവിടുത്തെ ആഹാരം കഴിച്ച് കഴിയുക. അവനവിടെ ഒരിക്കലും ആ വീടിൻ്റെ പിന്നെ മെയിൻ ആളായിട്ട് ജീവിക്കാൻ കഴിയില്ല. എങ്ങനെ വന്നാലും അവനൊരു അടിമയാണ്, അല്ലെങ്കിൽ അവൻ അവിടുത്തെ ആശ്രിതനാണ്, റെഫ്യൂജി. അപ്പോൾ ആ അനാഥത്വം എപ്പോഴും അവന് പേർന്നുണ്ടാവും. അവിടുത്തെ പിള്ളേർ അവൻ അതിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ ഇതിനകത്ത് കൃത്യമായി എം ടി സാർ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്ര പേര് ആഹാരം കഴിച്ചിട്ട് പോകണം, അവനും കഴിച്ചോട്ടെ, അവൻ തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറയും, അവനോട് നിൽക്കട്ടെ. അങ്ങനെ വളർന്നവനെ
അവന് ഒരാഗ്രഹം ഉണ്ടാവുള്ളൂ, എന്നെങ്കിലും 4 നാടുകൾ അറിയുന്ന, നാട്ടുകാർ മുഴുവൻ അറിയുന്ന ഒരു ശേഖവനായിട്ട് എനിക്ക് വളരണം, എനിക്ക് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അവൻ അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല. അപ്പോൾ അവൻ്റെ ആ സങ്കടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതെ, ശരിക്കും പറഞ്ഞാൽ അതൊരു മുതലാളിത്ത അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ തന്നെയാണ് ശരിക്കും ആരോമൽ. അതായത് ഫുൾ പ്രിവിലേജ്ഡായ ഫാമിലിയിലെ രത്നങ്ങളും സ്വർണ്ണമായിട്ട് നടക്കുന്ന അവർ താഴെ വേലക്കാരനെ പോലെ കാണുന്ന ആ കുഞ്ഞിനോട് അവർ കാണിച്ച അവഗണന അല്ലെങ്കിൽ ഒഴിവാക്കൽ, അത് തന്നെയാണ് ചന്തു എക്കാലവും അനുഭവിച്ചിരിക്കുന്നത്. അത് ഭയങ്കര റിയൽ ആണ് മനുഷ്യനെ സംബന്ധിച്ച്. അങ്ങനെ നടക്കാനാണ് സാധ്യത ഇല്ലേ? മറ്റതുപോലെ അല്ല. ഈ ചന്തുവിന് ഈ ഉണ്ണിയാർച്ചയോട് ഇത്ര ഒബ്സഷൻ ഉണ്ടാവാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഉണ്ണിയാർച്ചയുടെ മറ്റേ നൂലുകെട്ട് ചടങ്ങിനാണ് ചന്തുവിന് പുള്ളി വിളിച്ച അമ്മാവൻ വിളിച്ചിട്ട് ആദ്യമായിട്ട് സ്വർണത്തിന്റെ മാലയിട്ട് കൊടുക്കുന്നത്. അതെ 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 അതെ, അയാൾ ആ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന അയാൾക്ക് തോന്നുന്നത് ഇവളായിട്ട് ഇത് കല്യാണം നടക്കുന്നത് മാത്രമാണ്. അതെ, അതുകൊണ്ടാണ് ഈ ഉണ്ണിയാർച്ചയായിട്ട് ഇയാൾക്ക് ഇത്ര ഒബ്സഷൻ. ഉണ്ണിയാർച്ച വീണ്ടും വീണ്ടും തേക്കാനാണെന്ന് അറിഞ്ഞാലും പുള്ളി ഇഷ്ടമാണ്. അങ്കംവെട്ടിനേക്കാൾ ചന്തുവിന് ഇഷ്ടം ഉണ്ണിയാർച്ചയുള്ള പ്രണയം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യണത്. അതെ, ബേസിക്കലി ആരമല്ലോട് തുണ പോണത് നമ്മളൊരു ഉണ്ണിയാർച്ചയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എപ്പിക് ഫൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഹാർഡ് കോറിൽ ഇത് ലവ് സ്റ്റോറിയാണ്. ചന്തുവിന് പ്രണയമാണ്. അതെ അതായത് അവളോട് തന്നെയുള്ളൂ. പെൺമോഹിയായ ചന്തു ഇല്ല. ഗീതയുടെ കഥാപാത്രം, അതായത് അരിങ്ങോടരുടെ മകളുടെ കഥാപാത്രം സമീപിക്കുമ്പം നീ ഒരു ആയുധം എനിക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്, അത് വേണ്ട. അതെ അതെ എന്ന് പുള്ളി ആദ്യമേ ഇത് ചെയ്യുന്നുണ്ട്. പുള്ളി ആക്ച്വലി ചന്തു പെൺമോഹിയായ ചന്തു എന്ന് പറയുന്നത് അവളുടെ മുറി കയറിയ അടുത്ത് മാത്രമാണ് ആ വാക്കുണ്ടാകുന്നത്. അയാൾ വേറൊരു പെണ്ണിനെ സമീപിച്ചിട്ടില്ല, അയാൾക്ക് മക്കളുമില്ല, അയാൾക്ക് കുടുംബവും ഇല്ല. അയാൾ അവസാനം വരെയും അനാഥനാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റേ എനിക്ക് ജനിക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി എന്നാണ് പറയുന്നത്. മറ്റേ ലേഡീനോടും പറയുന്നത് അങ്ങനെയല്ലേ, 16 വർഷം എന്നെ കൊച്ചു വളർത്തിയിട്ട് നിന്നോട് കരുണയെ കാണിക്കാൻ പറ്റിയിട്ടില്ല, നിന്നോട് ഞാൻ സ്നേഹം കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ ഉണ്ണിയാർച്ചക്കും പ്രണയമൊക്കെ ആയിരുന്നു കേട്ടോ. അതെ, പിന്നെ അയാള് ഉണ്ണിയാർച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു. നിലപാടുകൾ, ചുറ്റുപാടുകൾ, അന്നത്തെ അന്തരീക്ഷം, എന്താ പറയുക, അന്നത്തെ പൊളിറ്റിക്കൽ സെനാറിയോയിൽ അവർക്ക് ഇളന്തള്ളൂർ മഠം എന്ന് പറയുന്ന തീരെ ഗതിയില്ലാത്ത ഒരു സ്ഥലത്തെ ആള് വിവാഹം കഴിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആസ്തിയും ഇതുമുള്ള സ്ഥലത്ത് സ്വന്തമായി ജീവിക്കാൻ തന്നെയാണ് എക്കാലവും മനുഷ്യന്റെ ഏറ്റവും ബലഹീനമായ വികാരം എന്ന് തന്നെയാണ്. അതിനെ ഉണ്ണിയാർച്ച കൊണ്ടുവന്നിരുന്നത്. അവർ ഭയങ്കര പോരാളിയാണ്, അവർ ഫൈറ്റ് ചെയ്യും, അവർക്ക് ഒരു ആണിന്റെ പവർ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മനുഷ്യൻ്റെതായ ആ വൾണറബിലിറ്റി അന്നും ഉണ്ട് അവർക്ക്. പറയുമ്പോൾ നന്മയുടെ നിറകുടമായ വടക്കമ്പാട്ടിലെ പുത്തൂരം വീട്ടുകാരൊന്നുമില്ല, അതൊന്നുമില്ല. അതിനെയാണ് ഇതിനെയാണ് പുള്ളി എഴുത്തുകാരൻ മണ്ണിൽ നിർത്തിയത്. അവരെ ആദ്യം കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് റൂട്ടഡ് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധനം ഉണ്ടാവുന്നത്. നിങ്ങൾ പറയുന്ന പാട്ടാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ നടന്നിരിക്കാം. 2-ാം ഊഴം ഭീമൻ്റെ ആംഗിളിൽ MT സാർ എഴുതാൻ ശ്രമിക്കുമ്പം പറഞ്ഞത് ആദ്യം ഇതാണ്, ചില സ്ഥലത്ത് എനിക്ക് ലോജിക്കൽ എററുകൾ ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചാലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂട്ടിമുട്ടണമല്ലോ. ആ ആലോചനയാണ് അന്നത്തെ ഓൾട്ടർനേറ്റീവ് ഫിക്ഷൻ ഉണ്ടാക്കാൻ. മീൻസ് അതൊരു അങ്ങനെ സിനിമകൾ കുറവാണ്. അത്രയും കൃത്യമായി ഈ ഒരു വേർഷനിൽ ഒരു തിരക്കഥ ഉണ്ടാക്കി നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമകൾ അവർ കുറവാണ്. മറ്റു സിനിമകളേക്കാൾ മറ്റു കഥകളേക്കാൾ കൂടുതൽ ഈ സിനിമ കണ്ടപ്പം ഇത് വിശ്വസിക്കും നമ്മൾ. അങ്ങനെയാണ് പുള്ളി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി. അതെന്നാൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും പുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അരിങ്ങോട്ടരൊക്കെ എന്ത് രസമായിട്ടാണ്. മറ്റതിൽ മറ്റേ ആനനെ മയക്കുന്ന വടക്കത്തെ ഫ്രോഡ് എന്നാണ് വടക്കം പാട്ടി പറയുന്നത്. അയാളെന്തെങ്കിലും ഉടായ്പ കാണിച്ച് ജയിക്കാറാണ് പതിവ്. പക്ഷേ എന്ത് രസമാണ് ക്യാപ്റ്റൻ രാജു അവതരിപ്പിക്കുന്നത്. ഒരു ഗ്രേസ് ആണ്. ഗ്രേസ് ആണ് കഴിഞ്ഞാൽ തന്നെ അയാൾക്കും അയാളുടേതായ, അതായത് എത്ര വലിയ ചേകവനാണെങ്കിലും മറ്റാണെങ്കിലും അയാളും അയാളുടേതായ പേഴ്സണൽ സങ്കടങ്ങളും. പിന്നെ ഈ ഉണിക്കോനാരും മറ്റേ നാടുവാഴിയും തമ്മിലുള്ള തർക്കം ഈ മുള്ളുമൂത്ത മീൻ കഴിക്കുന്നതിൻ്റെ പുറത്തും അല്ലെങ്കിൽ ചുള കൂടിയ ചക്ക കഴിക്കുന്നതിൻ്റെ പുറത്തുള്ള തർക്കം തീർക്കാനാണ് ചേകവന്മാർ ചേകവനായിട്ട് ജനിച്ചു പോയ പണ്ടാരം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അല്ലാണ്ട് വേറെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് മകള് പറയുന്നുണ്ട്, അച്ഛൻ ആരുടെ മുമ്പിൽ കെഞ്ചില്ല. ചന്തു ചേകവർ സമ്മതം എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ കാര്യത്തിൽ അയാളും അതേ ബലഹീനതകളൊക്കെ തന്നെയാണ്. എന്നാൽ ഭയങ്കര പോരാളിയായിട്ടുള്ള ചന്തുവിനെ ഒറ്റയടിക്ക് തന്നെ തോപ്പിച്ചിട്ട് പറയുന്നത് എൻ്റെ മായമൊന്നുമില്ല, അത് മനസ്സിലായില്ലേ. പിന്നെ ആളുകൾ പറയും ആനയെ മയക്കുമെന്ന്. അവരുടെ രസത്തിന് ഞാൻ കേൾക്കുമ്പോൾ ഓക്കെ എന്ന് പറയാറുണ്ട്. അതതിൻ്റെ പേരിൻ്റെ പുറത്ത് അങ്ങനെ പറയുന്നു. അല്ലാതെ ആരോമൽ മാത്രമെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വീരൻ, ബാക്കിയുള്ള സകല ചേകവന്മാരും ലോഡായ്പ് എന്ന് പറയുന്ന ആ പണൻ്റെ കഥയിലല്ല കാര്യങ്ങളിരിക്കുന്നത്. പിന്നെ ഈ ഇത്രയും നാള് പഴികേട്ട ചന്തു ആയതുകൊണ്ട് ഇതിൽ വരുമ്പോൾ ചന്തുവിന് ഒരു നെഗറ്റീവ് ട്രേറ്റ്സും കൊടുത്തിട്ടില്ല MT സാറ്, അല്ലേ? ഇല്ലില്ല. ചന്തുവിന് ചതിയനാണെന്ന്
പറയുന്ന എല്ലാ പോയിന്റ്സിലും ചതിയനാണെന്ന് പറയാൻ കാരണമായ എല്ലാ പോയിന്റ്സിലും അയാൾ ചതിയല്ല ചെയ്തത്, കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാണ് ചെയ്തത്. അതെ 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 ഒരു നെഗറ്റീവായിട്ട് ഇയാളൊരു സാധു ഒരു നല്ല മനുഷ്യനാണ്. ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ചുറ്റുമുള്ളതെല്ലാം ഫ്രോഡുകളാണ്. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് പ്രണയമാണ്. അതെ അതെ നിഹാർച്ചോടുള്ള ഇഷ്ടമാണ് അദ്ദേഹം, അത് മാത്രം അതിനുവേണ്ടി എന്തും ചെയ്യും. പിന്നെ ഇങ്ങനെ ലൗഡല്ല, ആരോമലിനെ പോലെ ലൗഡല്ല അവർ കാണിച്ച് അങ്ങനെ പറയില്ല. ഇയാള് ആളുകൾ മറ്റേ ഫസ്റ്റ് ഷോ മാച്ച് നടക്കുമല്ലോ, അത് നടക്കാൻ നേരത്തും ആരോമൽ കള്ളച്ചോട് വെച്ചിട്ട് ആരോമലിന് മറ്റേ ഇത് കൊടുക്കുമല്ലോ, പൈസ മറ്റേ തമ്പുരാൻ വന്നിട്ട് മോതിരം കൊടുക്കുമ്പോഴും ഇയാൾ തിരിച്ചൊന്നും പറയൊന്നുമില്ല. ഇയാൾ മിണ്ടാതെ സഹിച്ച് പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് അയാളെ വെച്ചേക്കുന്നത്. ഈ മാധവിയുടെ സീക്വൻസുകൾ എത്തിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയും മാധവി തമ്മിലുള്ള എന്തൊരു അഴകാണ് അവർക്ക്. അവരെ ഏറ്റവും സുന്ദരിയായിട്ടല്ലേ അവർ സുന്ദരിയായിരിക്കുന്ന സിനിമ ഇത് തന്നെയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ കണ്ണൊക്കെ സത്യം, സത്യം എന്നൊക്കെ പറയുന്ന, അതായത് ഇയാളുടെ അടുത്ത് അച്ഛനാണ് സത്യം എന്ന് പറയുന്ന സമയത്ത് ടോട്ടലി കൺവിൻസിങ് ആണ്. അവരെ പറഞ്ഞ പോയിന്റിൽ നമ്മൾ സമ്മതിച്ച് ഓക്കെ, അത്ര രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരെന്നല്ല എല്ലാവരെയും അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ബാലങ്കി നായരടക്കം. എന്നാലും മാധവിയുടെ ഇപ്പോഴും നമ്മളിപ്പം ഈ യൂട്യൂബിലല്ലെങ്കിൽ പിന്നെ ഈ പടം കാണാൻ കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴത് കാണുമ്പോഴും ആ ഗ്രെയിൻസൊക്കെ ഉള്ള ഫ്രെയിമിൽ കാണുമ്പോഴും ഇവർ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ടുള്ള അല്ലേ. അതെ അതെ. പിന്നെ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ്, സുന്ദരിയാണ്. നമുക്ക് തമാശ പറയാൻ തോന്നില്ല അവരുടെ തമാശ പറഞ്ഞ ഒരു സുന്ദരിയൊക്കെയാണ്, പക്ഷെ നമുക്ക് അങ്ങനെ അത് ഗംഭീര കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് അന്ന് മാധവിക്ക് പകരം ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ അസാധ്യ പ്ലേസ്മെന്റ് സ്ത്രൈണതയുണ്ട് പക്ഷെ എന്നാൽ ഒരു നല്ല രസമായിട്ട് ബാലങ്കി നായരാണ് ആദ്യമായിട്ട് അച്ഛനുമായിട്ട് ഫൈറ്റ് നല്ല രസമായിട്ട്. അത് ഒരു അസാധ്യ കോമ്പിനേഷൻ ആയിരുന്നു ആ സിനിമ. എല്ലാ പാട്ടുകളും ഹിറ്റാണ്, പാട്ടുകളെല്ലാം എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഭയങ്കര കലാസംവിധാനത്തിനും ആർട്ടിനും ഒരാൾക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂമിനും ആർട്ടും ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നു പടത്തിന്റെ ടൈറ്റിലിൽ ക്രെഡിറ്റിൽ വേറെ എങ്ങാണ്ട് വന്നതാണ്, പക്ഷെ നാഷണൽ അവാർഡ് ഒരാൾക്കാണ്. അത് ആർട്ടിനും അങ്ങനെയാണ് പേര്. അതെ, പുള്ളി അദ്ദേഹമാണ് മറ്റേ വൈശാലി അങ്ങനത്തെ പടങ്ങൾ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. ഏകദേശം എത്ര ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു വർഷമൊക്കെ ഷൂട്ട് അങ്ങനെയൊന്നും സമയത്ത് എനിക്ക് തോന്നുന്നു 89 മെയ്യിൽ അടുത്ത പടം ഇറങ്ങിയിട്ടുണ്ട് ഹരിഹരൻ സാറിന്റെ. ഒരു 50-55 ദിവസം ഉണ്ടാവുള്ളൂ. അന്നൊക്കെ കൃത്യം പ്ലാനിങ്ങിൽ നടന്നു പോകുന്നതാണ്. കാരണം ഈ പൈസ ഒക്കെ ഭയങ്കര ചിലവേറിയ സിറ്റുവേഷനാണ്. പക്ഷെ എന്നാലും സ്കെയിൽ ഫൈറ്റൊക്കെ സെറ്റപ്പിലാണ് ഫൈറ്റ് ചെയ്തത്. എന്നാൽ അതിനകത്ത് മറ്റേ അക്രോബാറ്റിക്സ് പരിപാടികളും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വടക്കമ്പാട്ട് പടങ്ങളെന്ന് പറഞ്ഞാൽ മലയാളികൾ കണ്ട് ശീലിച്ചേക്കണേ സത്യൻ മാഷിൻ്റെയും നസീർ സാറിൻ്റെ പടങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫൈറ്റിനെ റിസംബിൾ ചെയ്യുന്ന കുറച്ച് അക്രോബാറ്റിക് പരിപാടികൾ ഇതിനകത്തുണ്ട്. നല്ല ഇതുണ്ട്, വേണ്ടടുത്ത് മാത്രമേ ഉള്ളൂ. കളരിപ്പതിൻ്റെ ഒരു ട്രെയിനറുണ്ട് ഈ പടം തുടക്കത്തിൽ. അതിൻ്റെ ട്രെയിനിങ് ആളെ കുറിച്ച് എഴുതി, അതായത് ഭയങ്കര ആധികാരികമായിട്ട് തന്നെ. അത് സുരേഷ് ഗോപി അവതരിപ്പിച്ചാലും മമ്മൂട്ടി അവതരിപ്പിച്ചാലും മറ്റേ ആളെ അവതരിപ്പിച്ചാലും കളരി എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. തട്ടിക്കൂട്ട് പരിപാടിയൊന്നും എല്ലാത്തിനും ആ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും മറ്റേതുപോലെ മറ്റേ ക്ലോസ് വെച്ച് പറ്റിക്കുന്ന പരിപാടി. അവസാനത്തെ ഫൈറ്റൊക്കെ വൈഡ് വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, അവിടെ നിന്ന് വെട്ടേണ്ടി തന്നെ. ശരിക്കും നമ്മൾ ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്നതല്ല, അന്ന് അവർ ആ സിനിമ ഉണ്ടാക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ അവർ എന്തോരം പണി നടത്തി, പിന്നെ എത്ര ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ടാവും, എന്തോരം പ്ലാനിങ് നടത്തിയിട്ടുണ്ടാവും. സാധാരണ ആ സമയത്ത് ഒരു സിനിമയ്ക്കും ചിലപ്പോൾ അത്രയൊന്നും പണി വേണ്ടി വന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഇത്രയും പേരെ കൊണ്ടുവന്ന് അത്രയും പേരെ വെച്ചിട്ട് സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് കൃത്യം ബാലൻസിൽ പോവുക. ഒരു ക്യാരക്ടർ പോലും ജമ്പ് ചെയ്ത് പുറത്തു പോയിട്ടില്ല. ഒരു സീൻ പോലും വെറുതെ അബ്രപ്റ്റ് കട്ട് ഒന്നുമില്ല. ഭയങ്കര ഡീസൻറ്റ്, ഭയങ്കര ക്ലീൻ ഫിലിമിംഗ് ആണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അത് അസാധ്യമാണ്. ഇപ്പോഴും കുന്തിപ്പുഴ നീന്തിക്കടന്നു വരുന്ന ശേഖവന്റെ ഷോട്ട് ഇപ്പോഴും മമ്മൂക്ക കുതിരപ്പുറത്ത് പോകുന്ന ഞാൻ ഈ പഴശ്ശിരാജ കാണുമ്പോൾ വീണ്ടും അതുപോലെ മമ്മൂക്ക കുതിരപ്പുറത്ത് വരുന്ന ഒരു സീക്വൻസ് ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തു. കാരണം ഇത് ഹരിഹരനും അത് റിസംബിൾ ചെയ്യും, അത് നമ്മൾ റിമെമ്പർ ചെയ്യുമെന്ന് അറിയാൻ പുള്ളിക്കത്. ആ ഷോട്ട് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. ആ വരവ് ഭയങ്കര വരവാണ്. ഇന്ദുലേഖ കൺ തുറന്നു, പാട്ടും വരികളും അതെ ഭയങ്കര. ബോംബെ രവിയാണ് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കര പഞ്ചാണ്. ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. അവസാനത്തെ പരിപാടിയൊക്കെ ക്ലൈമാക്സ് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം നല്ല ലൗഡായിട്ട് തന്നെ, അതായത് മൊത്തത്തിൽ ഏത് പ്രായക്കാർക്കും
കണക്ട് ചെയ്യുന്ന തരത്തിലാണ് സിനിമ കഥ പറയുന്നത്. എന്തായാലും ഒന്നുകൂടി കാണണം, എന്തായാലും കാണണം, എന്തായാലും നല്ലൊരു സിനിമ. അത് ഈ റീമാസ്റ്റർ ചെയ്ത് ഇതൊരു തിയേറ്ററിലേക്ക് ഒരു ഇങ്ങനത്തെ ഒരു വേർഷനിൽ നമുക്ക് ഇനി അതൊരു ഫുൾ ഫ്ലെഡ്ജിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ വിഷ്വൽ ക്വാളിറ്റിയിൽ അത് കാണാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ഒരിക്കലും എന്ന് വെച്ചാൽ നമ്മള് നോക്കുമ്പോ നെറ്റില് ഒരു പ്രിന്റ് പോലും നല്ലത് കിട്ടാനില്ലാത്ത ഒരു സമയത്ത് അറ്റ്മോസിലാണ് വരുന്നത്. ആ കാലത്ത് അറ്റ്മോസിൽ റിലീസ് ചെയ്തിട്ടില്ല പടം, നമുക്കത് ഇപ്പൊ കിട്ടാൻ. അതായത് ഈ ഫൈറ്റിന്റെ ഒക്കെ സൗണ്ടിങ്സ് അവർ വേറെ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അറിയില്ല അങ്ങനെ വളരെ ഫൈറ്റൊക്കെ ഉണ്ടാവണമായിരിക്കും. മീൻസ് ഈ വാളും സാധനമൊക്കെ അത്തരത്തിൽ എഫക്ട്സ് ഒക്കെ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവൂലേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും മാറ്റാൻ പറ്റില്ല. ആ ചെണ്ടകൊട്ട് മാത്രമേ ഉള്ളൂ. സ്കോർ നീ പറഞ്ഞ പോലെ എഫക്ട്സ് പിന്നെ വെട്ടും തടയും ഒക്കെ പിന്നെ കൊള്ളണമല്ലോ. ഈ ടെക്നോളജിക്ക് ഫിറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പാട്ടുകളൊക്കെയും 5-6 പാട്ടാട്ടേ ഉണ്ട്. എല്ലാ പാട്ടും ഭയങ്കര തുടക്കത്തിലെ തന്നെ അവരുടെ കല്യാണം തൊട്ട് തുടങ്ങുന്ന പാട്ടേ ഉഗ്രം പാട്ടാണ്. ഭയങ്കര പാട്ടാണ്. ഉണ്ണി ഗണപതി തമ്പുരാനെ, അങ്കക്കരിനാഗ ദൈവങ്ങളെ, ജോമോളാണ് അതേ മുഖം തന്നെ ഇപ്പോഴും അല്ലേ പുള്ളിക്കാരി ഭയങ്കര സ്മാർട്ടായിട്ട്. പിന്നെ നമ്മൾ സാധാരണ കണ്ടു വരുന്നതിൽ നിന്ന് ഒരു പുരുഷനെ വർണ്ണിക്കണ പാട്ടൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പുരുഷനെ വർണ്ണിക്കണ പാട്ട് അല്ലേ? ഞാൻ കേട്ടിട്ടില്ല അധികവും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ചന്തുവിനെ വർണ്ണിക്കണ പാട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ആണിനെ നോക്കിയിട്ട് ഒരു പെണ്ണ് ഫ്ലേർട്ട് ചെയ്യുന്നൊരു പാട്ടുണ്ടല്ലോ. അത് ഭയങ്കര രസമുള്ള, അതായത് ഇന്ദുലേഖ കൺതുറന്നു എന്ന് ആണിന് പാടാമെങ്കിൽ തിരിച്ച് അതേ കാമന പെണ്ണിന് ആണിനോടും തോന്നാം. പിന്നെ അങ്ങനെ ഒരു വീരൻ തന്നെയാണ് അയാൾ. ആ രൂപഘടനയുള്ള ആളാണ്. അവ കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന് തോന്നുന്ന ആ പാട്ട് ഭയങ്കര അവരുടെ പ്രണയം ഭയങ്കര സീരിയസ് പ്രണയമാണ്. സത്യത്തിൽ അവർ ഭയങ്കരമായിട്ട് അയാളെ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ അത്തരം ക്വാളിറ്റി ഉള്ളൊരു വീരനായകൻ തന്നെയാണ്, വീരഗാഥ തന്നെയാണ് സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് ചിത്രയ്ക്ക് ആ വർഷത്തെ അവാർഡൊന്നും ആ പാട്ട് കിട്ടിയ ഉണ്ട്. ആ പാട്ടിൻ്റെ വിഷ്വലൈസേഷൻ ഭയങ്കര പൊളിയാണ്. ഗീത അത് പാടുന്ന, അതായത് ഒരു ഉഗ്രൻ കമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ആ സിനിമയിലുണ്ട്. എന്നാൽ ഭയങ്കര ക്ലാസ്സായ കഥ പറച്ചിലും. വെറുതെ ഞങ്ങൾ കൊമേഴ്സ് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും ഉണ്ടാക്കല്ല. ഒരു കൊമേഴ്സ് സിനിമയ്ക്കുള്ള എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ക്ലാസ്സായ കഥ പറച്ചിലും നല്ല ഇമോഷൻസും ഉണ്ട്. അത് അസാധ്യമാണ്. മീൻസ് അതങ്ങനെ എല്ലാ കഥകളിലും ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ടാസ്ക്കാ. മീൻസ് അത് എഴുത്തുകാരൻ്റെ സൈഡിൽ നല്ല ടാസ്ക്കാണ്. പുള്ളി അത് കവർ ചെയ്തതിന് അന്ന് എത്ര പേർക്ക് അതിൻ്റെ ആ ഗ്രേറ്റ്നെസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് സംശയം. അല്ലെങ്കിൽ നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോഴാലോചിക്കുമ്പോഴും എങ്ങനെ ഡയലോഗ്സിന് കാച്ചി കുറുക്കിയ ഡയലോഗ് ഒന്നും പറയാം. ഒരു മൂളല് വരെ അർത്ഥങ്ങളുണ്ട്. അല്ല, ചന്തുവിനെ തോപ്പിക്കാനാവില്ല എന്ന് പറയാത്ത ഒരു മലയാളി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അല്ലേ? ഏതെങ്കിലും ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. അവർ പടം കണ്ടിട്ടുണ്ടാവണമെന്നില്ല. മറ്റേ അവസാനം മക്കള് ചോദിക്കാൻ വരുമ്പോൾ ഉറുമിയുടെ മൂർച്ച ഉണ്ട് നിന്റെ അമ്മയുടെ നാവിനൊക്കെ എന്തൊരു ഭാവന. പാട്ട് കെട്ടാനുള്ള ഇതൊക്കെ എന്നും അവളുടെ നാവിൻ തമ്മിൽ വിരിയും. അവളുടെ വർത്തമാനത്തിന് ആ സ്വഭാവമുണ്ട്. അതായത് അവൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അതായത് തുണയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഭാര്യയായിട്ടിരിക്കും, ചന്തുവാങ്ങളുടെ പെണ്ണാണ് എന്ന് പറയിക്കും. അയാളെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് വിടുള്ളൂ. ആരോമലിന് തുണ പോകുമ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചന്തു അതൊക്കെ എടുത്തില്ല ഇതൊക്കെ എടുത്തില്ല ഒന്നും മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇതുവരെ എന്നോട് ചന്തുവിന്റെ പ്രതികാരം അതിനകത്താണ് ഒന്നും പറഞ്ഞിട്ടില്ല. തട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്, തട്ടുണ്ടാക്കാനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് തട്ട് വിസിറ്റ് ചെയ്യണം, തട്ടുണ്ടാക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു കള്ളപ്പലക വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പരിവെച്ച് ചതി വയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സ്ഥലത്ത് നടന്ന ഒരു അങ്കത്തട്ടിന്റെ പേര് പറയും. നിനക്കത് ഇപ്പോഴും ഓർമ്മയിട്ടില്ല, നീ അത് മറന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുമ്പം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് MT സാറിന്റെ ഡയലോഗ് എങ്ങനെ നിങ്ങൾ ഇത്ര നാളും എന്നോട് ചെയ്തതും കാണിച്ചതും എന്തിനാ ഇപ്പൊ വന്നതെന്നും എല്ലാം എനിക്കറിയാം, എന്നെ ഉപയോഗിക്കുകയാണെന്ന് എനിക്കറിയാം. ആരോമലിന്റെ ഒരു ഇത് നല്ലതാണ് കേട്ടോ. സുരേഷ് അസാധ്യ ആ ക്യാരക്ടർ ശരിക്കും പ്രിവിലേജായ കുടുംബത്തെ, അതായത് എല്ലാ സെറ്റപ്പും ഉള്ളവൻ, ഉയരം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം കൊണ്ടും ചന്തുവിന് മുകളിലാണ്. മിടുക്കനാണ്, മുകളിലാണ്. അയാൾക്ക് ആ അഹങ്കാരവും അസാധ്യ കാസ്റ്റിംഗ് അല്ലേ. ഓരൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ തമ്പുരാൻ പറയണ കാണാൻ അതെ മെയ്യഴകും മുഖശ്രീയും കണ്ട് മയങ്ങിപ്പോയി. അടവ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറഞ്ഞ അതും നല്ല ഗുരം കാസ്റ്റിങ്ങും. പിന്നെ
എന്തോന്നാ ഈ ആരോമൽ ചേകവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എപ്പിക്ക് സാധനം തന്നെയല്ലോ. മറ്റേ അച്ഛൻ പണ്ട് കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാഷ ആരോമൽ ചേകവറായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റേ അങ്കക്കച്ച കെട്ടുന്ന സീക്വൻസിൽ അടയ്ക്കാമരത്തിൽ എന്തോ തെങ്ങിൽ കെട്ടിയിട്ടാണ് പുള്ളി അങ്കക്കച്ച കെട്ടുന്നത്. അപ്പോൾ തെങ്ങ് കുലുങ്ങും എന്നാണ് പറയുന്നത് ഈ സിനിമയിൽ. സത്യമാഷ് ആ ക്യാരക്ടറിനെയാണ് MT സാർ എടുത്ത് ഇങ്ങനെ ആക്കിയത്. അതെ 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 അതെ. ഒരു കണക്കുണ്ട് ഈ ചേകവന്മാരുടെ ഒരു ഇതിന്റെ 18 കളരിക്ക് ആശാൻ, അത് വലിയൊരു ഗ്രേഡ്. അത് അതായത് അത്രയും കളരികൾ സ്വന്തമായി നടത്തുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന അതിലിരിക്കുന്ന, അതായത് അതിന്റെ വരവൊക്കെ അത്രയും വലുതാണ്. അങ്ങനെയാണ് ഈ കുഞ്ഞിരാമനൊക്കെ പറയുന്നത്. കുഞ്ഞിരാമൻ ഇത്ര കളരി കൊണ്ടു നടക്കുന്നു, കുഞ്ഞിരാമൻ ഇത്ര വരുമാനമുണ്ട്, ഇത്രയും കുട്ടികൾ പറയുന്ന ഗുരുസ്ഥാനം വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. സ്വത്തിന്റെ ഒക്കെ പേരിൽ തന്നെയാണ് അന്നത്തെ പറയുന്ന വാക്കുകൾ മാറ്റുന്നുള്ളൂ. സിനാരിയോ ഒക്കെ റിലേറ്റ് ചെയ്യാവുന്ന കളികളൊക്കെ തന്നെയാണ്. അഭിനയിക്കുന്നതിൻ്റെ ഒരു പേടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് അത്ര സിനിമയിൽ അപ്രോച്ച് ചെയ്യാൻ പേടിയാണ്. അതൊക്കെ ഓർത്തിട്ട് അത് നമ്മളിപ്പോൾ അഭിനയിക്കുന്ന പോലെ ഒന്നും അത് ഒരു എന്താണ് പറയുക, വടക്കൻ പാട്ടിലെ കഥാപാത്രമാണ്. അത് സംസാരിക്കുന്ന ഡയലോഗുകൾ ഇങ്ങനെയാണ്. നമ്മൾ സ്ഥിരം കൊടുക്കുന്ന വാക്കുകളൊന്നും അല്ല അയാൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് സ്റ്റേജ് ഡ്രാമ ലെവലിലോട്ട് പോകാനും പാടില്ല. എന്നാൽ ആ വീരപുരുഷൻ്റെതായ സംഗതികൾ കൊണ്ടുനടക്കും. ഒരു ഭയങ്കര വേറൊരു മീറ്റർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. ഭയങ്കര മീറ്റർ. MT സാറിന് ഭയങ്കര കറക്റ്റാണ് ആ പരിപാടി. ഇതിൻ്റെ ഇടയിൽ അത് കൃത്യമായിട്ട് വന്ന് വീഴും. ഇപ്പം ഗീത അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മമ്മൂട്ടിയുടെ അടുത്ത് വന്നിട്ട് അവൾ എന്തിനാണ് ഈ ആണും പെണ്ണും കെട്ട ഇവനെ കല്യാണം കഴിക്കാൻ, കുഞ്ഞിരാമനെ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോയത്? അല്ല, ഞാനല്ല, ആളുകൾ ചോദിക്കുന്നുണ്ട് പറയുമ്പോൾ അടുത്ത ഷോട്ട് മമ്മൂട്ടി തിരിയുന്നതാണ്. സെലക്ഷൻ ഷോട്ടിൽ മമ്മൂട്ടി തിരിഞ്ഞിട്ട് മാലോകർക്കോ നിനക്കോ മറുപടി വേണ്ടത് ഞാൻ പറയാം എന്ന് പറയാൻ തുടങ്ങുന്നത്. എന്നിട്ട് പുള്ളി പറയുന്ന ഇതാണ്: നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും, ശപിച്ചുകൊണ്ട് കൊഞ്ചും. അങ്ങനെ ഒരു 3 പോയിന്റ് പറയുന്നത്. ഇനി വല്ല ആയുധം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ. അപ്പം അത് നമുക്ക് കൊള്ളുകയും ചെയ്യും. എന്നാൽ ആ ഗ്രേഡിൽ തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ ഇടയിൽ. മറ്റേ ഫാൻറ്റസി ലെവലിലോട്ടൊന്നും പോവല്ല. അതായത് അടിസ്ഥാനപരമായി ആ സമയത്ത് ഉണ്ണിയാർച്ച ചെയ്തതിനെ മൊത്തം സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായ എന്താ പറയുക, പുള്ളിക്ക് കിട്ടിയ പണികളൊക്കെ, ആ തേപ്പമൊക്കെ അല്ല, പുള്ളി ഒരു 3 വാചകത്തിൽ പുള്ളി പറഞ്ഞ് തീർത്തു. അത് അതെ അതെ അതെ. പുള്ളിക്ക് ആകെ ആക്സസ് ഉണ്ടായിരുന്ന പെണ്ണ് ഉണ്ണിയാർച്ച ആയിരുന്നല്ലോ. അപ്പം അത് ഈ കുറിക്ക് കൊള്ളുന്ന, അതാണ് ഈ കുറിക്ക് കൊള്ളുന്ന എഴുത്ത്. അതായത് ഒരു ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ചെറിയൊരു 4 വരിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അസാധ്യ കണ്ടന്റ് ആയിരിക്കും. 4 വരി കൃത്യം അളന്ന് മുറിച്ചായിരിക്കും പറയേണ്ടത്, അല്ലേ? അത് പിന്നെ MT സാറിൻ്റെ ഡയലോഗിൻ്റെ പ്രത്യേകതയാണ് ബേസിക്കലി. എന്നാലും കൊള്ളും. അതായത് കൃത്യം പഞ്ചുണ്ടാവും, അന്ന് കൃത്യ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടാവും. അവസാനത്തേതിലും ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുത്തിയതിന് ശേഷം വന്നിരിക്കുമ്പോൾ ഉണ്ണിയാർച്ചയുടെ മകനാണ്, വെട്ടി മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ വാളെടുക്കുന്നതും ഒന്ന് പ്രാർത്ഥിക്കുന്നതും കുത്തുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവൻ അടുത്ത് വന്നിരിക്കുമ്പോൾ അവനെ നോക്കിയിട്ടാണ് പുത്തൂരം വീടിൻ്റെ കളങ്കം മായ്ച്ച ആരോമണിയായിട്ട് നീ അറിയപ്പെടട്ടെ, നിൻ്റെ അതായത് തലയറുത്ത് അമ്മയ്ക്ക് മുമ്പിൽ കാഴ്ചവെക്കണം, ആടുവായുടെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങണം, നിന്നെ മാലോകർ വാഴ്ത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജനിക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി. നീ ഒരൊറ്റ വരിയിൽ അയാളുടെ അയാളെ അവനെങ്ങനെയാണ് കാണുന്നതെന്നുള്ള അതിന് മീൻസ് അവൻ്റെ റിയാക്ഷനൊക്കെ ശ്രദ്ധിക്കണം. ഭയങ്കര രസം. അതായത് അവൻ കണ്ടിട്ടേയില്ല, അങ്ങനെ ഒരു ചന്തുവിനെ. പിന്നെ മാലോകർ വാഴ്ത്തട്ടെ. അപ്പോൾ എന്തുമാത്രം അയാൾ ആ ഉണ്ണിയാർച്ചയുടെ മകനെ പിറക്കാതെ പോയി. അപ്പോൾ അയാൾ അന്ന് അതും കൊണ്ടു നടക്കുകയാണ്. അത് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ ഹൃദയമാണ്, അല്ലെങ്കിൽ ആ മനസ്സാണ് ചന്തുവിന് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ചതയൻ ചന്തുവിൻ്റെ ചരിതം ഇവിടെ അവസാനിക്കട്ടെ എന്നാ പറയണത്. ഞാൻ ചതയനായിട്ട് തന്നെ അറിയപ്പെടട്ടെ. അതെ അതെ. പുള്ളി ആ നരേറ്റീവിന് കീഴടങ്ങാണ്. എക്സാക്ട്ലി, ആ നരേറ്റീവിന് പുള്ളി കീഴടങ്ങാണ്. അതിന് മാറാൻ പോകുന്നില്ല. മാറ്റിയിട്ട് അയാൾക്കൊന്നും നേടാനില്ല. ആ കഥ ശ്രദ്ധിച്ചു. അതായത് ഏറ്റവും ആദ്യം അവരുടെ വീടിൻ്റെ അകത്ത് നിന്ന് തുടങ്ങുന്നത്. അതായത് പുത്തൂരം വീട്ടിൽ നിന്നും ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച ആ അരച്ചുരിക കണ്ടെടുക്കുന്നിടത്ത്, അവരുടെ അറയിൽ കയറിയിട്ട് ഈ 2 പിള്ളേരും അത് കണ്ടെടുക്കുന്നിടത്ത് മുളയാണിക്ക് പകരം ഇരുമ്പാണിക്ക് പകരം മുളയാണി, പൊൻകാരം കൊണ്ട് വിളക്കിയാൽ തിരിച്ചറിയാനാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ചുരിക കാണിക്കുന്നു. ഈ മാധവിയുടെ ക്യാരക്ടർ വരുന്നു, ബാലങ്കനാഥയുടെ ക്യാരക്ടർ വരുന്നു, മൊഴി ചോദിക്കാനുണ്ട്
ഈ കണക്ക് തീർക്കണമെന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. എന്നിട്ട് ചന്തുവിനെ കാണാൻ വേണ്ടി അവർ പോവുക. അപ്പോൾ ചന്തു ഇനിയിപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് ഇനി എന്താണ്, ഇനി എങ്ങനെയാണിത്, എന്താണ് നടന്നതെന്ന് എങ്ങനെ പറയാൻ പോണേ. അപ്പോൾ ചന്തു അങ്ങനെ കാണിച്ചതിന് ശേഷം ചന്തു അകത്തേക്ക് കയറുമ്പോൾ അവരെ പുറത്ത് നിർത്തിയിട്ട് അവർക്ക് ഇളനീരെന്തെങ്കിലും കൊടുക്കുമോ അങ്ങനെ എന്തോ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടിമാണി വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ സീൻ പറയുന്നത്. അപ്പോൾ ചന്തു പറയുന്നത് നിനക്കും എന്നെ അറിയില്ല, ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഒരാളെങ്കിലും അറിയണം, നീയെങ്കിലും അറിയണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കഥ പറയുന്നത്. കുട്ടിമാണിക്ക് വേണ്ടിയാണ് ആ കഥ പറയുന്നത്. കുട്ടിമാണി മാത്രമാണ് ചന്തുവിൻ്റെ ആ പോയിന്റ് അറിയുന്നുള്ളൂ. മരണത്തിന് തൊട്ട് മുമ്പ് കുട്ടിമാണി ആ കളരിയിലെ അവരുടെ ആ പ്രശ്നം തീർന്നതിന് ശേഷം അവൾ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. ആ മരണം കാണാൻ ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവുന്നു. അപ്പോൾ ആ കഥയാണ് അത്. അയാൾ ഒരാളെങ്കിലും എൻ്റെ ലൈഫിൽ നടന്നതിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബേസിക് ഹ്യൂമൻ ഇമോഷൻസിൽ നിർത്തി തന്നെയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന കലാരൂപം മനുഷ്യന് വർക്കാവുന്ന കാര്യം മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയോ നാടകങ്ങൾ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരു ആർട്ട് ഫോം പോലെയല്ല. സിനിമ ഈസ് ബേസിക്കലി ഓൺ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന ആ സാധാരണക്കാരൻ്റെ വെറും മനുഷ്യൻ്റെ സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും എക്സസിലൂടെയൊക്കെയാണ് സിനിമ പോവുക. അതിൽ പ്രണയവും സെക്സും എല്ലാം ഉണ്ട്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഥ പറയുന്ന രീതി തന്നെയാണ് അന്നും സ്വീകരിച്ചിരുന്നതെന്നുള്ളതാണ്. ഞാനും നോക്കുമ്പോൾ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര എലൈറ്റ് ക്ലാസിൻ്റെ ഇതൊന്നുമല്ല. അവർ പറയുന്ന ചന്തു എന്ന് പറയുന്ന ആ അടിസ്ഥാന വർഗത്തെ അല്ലേ അങ്ങനെയാണ് MT സാറിൻ്റെ ആ കഥ പറച്ചിൽ. ഇപ്പം പുസ്തകങ്ങൾ പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പല പുസ്തകങ്ങളും കുറച്ചുകൂടെ എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകളുടെ ഇമോഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു തരം സംഗതികളെക്കുറിച്ചോ നമ്മുടെ ലൈഫിൽ റിലേറ്റബിൾ അല്ലാത്ത പോയിന്റിനെ കുറിച്ചോ പറയാം. പക്ഷേ വടക്കൻ വീരഗാഥ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത് കാണുമ്പോഴോ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ചന്തു ആണോന്നില്ല. പക്ഷേ ഈ സീൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ലൈഫിൽ. ഈ പെണ്ണ് എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ആഹാരം ഇല്ലാണ്ടിരുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന. പക്ഷേ അതെ അങ്ങനെ അതാണ് ഹ്യൂമൻ ഇമോഷൻ. അതിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങുമ്പോഴും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ആ സിനിമ എൻജോയ് ചെയ്യുന്ന ആ സിനിമ തീരണമ്പോഴേക്കും കറങ്ങുന്നുണ്ടാവും. കണ്ണ് നിറയും അല്ലേ. നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു, MT സാർ നാഷണൽ അവാർഡ് മികച്ച ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആർട്ടിലും കോസ്റ്റ്യൂമിലും. എത്ര 6 അവാർഡ് ഉണ്ടോ നാഷണൽ അവാർഡ്? 4 സ്റ്റേറ്റ് അവാർഡ് ഇത്തിരി കുറച്ച് കൂടുതലുണ്ട്. മസിൽ കൊണ്ടോ 6 പാക്ക് കൊണ്ടോ അല്ല മമ്മൂക്ക ചന്തുവിനെ അവതരിപ്പിച്ചത് ഒരു നടനും. പക്ഷേ ആകാര സൗഷ്ഠവമൊക്കെ ഉണ്ട്. പെർഫോമൻസ് ക്വാളിറ്റിയാണ് ഇവരുടെ കഥാപാത്രത്തെ കൊണ്ടു നടക്കാനുള്ള അത് പ്രകടിപ്പിക്കാനുള്ള നടൻ്റെ മിടുക്ക് തന്നെയാണ് എല്ലാവരിലും ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ എല്ലാ ഇമോഷൻ ചെയ്യേണ്ടി വരുന്നേ. ആണായിപ്പറന്നവരെ ആരും തന്നെ പറയേണ്ടി വരും എന്നെ തോപ്പിക്കാൻ. അതും പറയണം. വിഷമിച്ചിൻ്റെ എന്നെ അത് തുടങ്ങുമ്പോൾ ഇവരിവിടുന്ന് പുറപ്പെടാൻ നേരത്ത് ഉണ്ണിയാർച്ച ചോദിക്കും, മറ്റ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാത്ത അടവുണ്ടല്ലോ അച്ഛാ. അപ്പം ചുരുക്കിയെടുത്ത് ചുരുട്ടിയിട്ട് ഇങ്ങനെ ചുരുക്കി കൈ പിടിച്ചിട്ട് ഈ പാലങ്കേ നായരുടെ ക്യാരക്ടർ, അതായത് കണ്ണപ്പച്ചേകവർ ഈ പൗത്രന്മാരോട് പറയും, തുടങ്ങുമ്പോൾ സൗഭദ്രമാണെന്ന് തോന്നും, പിന്നീട് അത് പുരഞ്ജയത്തിലേക്ക് മാറും. അപ്പം സൗഭദ്രത്തിൽ തുടങ്ങി പുരഞ്ജയത്തിലേക്ക്, അങ്ങനെ ഒരടവാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നു, മറ്റേ അടവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആക്ച്വലി ഇതിലെ കെണി വരാൻ പോകുന്നത്. ഇങ്ങനൊരു ട്രിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു വിട്ടിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛൻ അനുഗ്രഹിച്ചതെന്ന് വേറെ മുത്തച്ഛൻ അനുഗ്രഹിച്ചെന്ന് വേറെ അടവുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ഈസി ആയിട്ട് മറ്റതല്ലേ ഇത് പഴയ പുത്തൂർ അടവ് അതൊക്കെ പണ്ടേ ചന്തുവിന് അറിയാത്തതില്ല. അതോ മറ്റേ പടക്കുറുപ്പന്മാർ പൂഴി മണ്ണ് മാരി കണ്ണിലിട്ട് വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് ആണായി പറഞ്ഞ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളില്ല എന്ന് പറയും. ആണ് ചന്തു അരിങ്ങോട്ടർ അടുത്ത് പോയി ശിഷ്യപ്പെട്ടിട്ടുണ്ട്, അയാളുടെ അടവുകളും അറിയാം. അതെ ചന്തുവിന് ആകെ അറിയാത്തത് ചതിക്കാനാണ്. അത് മറ്റേ പ്രേമലൂലെ മാത്രം പറഞ്ഞ പോലെ ടീച്ചറുടെ മോൻ വളയ്ക്കാൻ മാത്രം പഠിച്ചില്ല. അതൊക്കെ അല്ല, അയാൾ ജീവിതം ഈ വളർത്തച്ഛൻ അല്ലെങ്കിൽ അയാൾ കൊണ്ടുപോയി ശിഷ്യപ്പെടുത്തി ഈ കല്യാണത്തിന് മാലയിട്ട് ഇവനെ ഉടുപ്പ് മാറ്റൂ, ഇവൻ്റെ മുണ്ട് മാറ്റൂ എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണ ഇടിച്ചു കൊടുത്ത് എത്തിയപ്പോൾ തന്നെ അയാൾ കാൽക്കൽ വീണ് കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ഷോ മാച്ചിൽ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ പുള്ളിനെ വെട്ടിയിട്ട് സീനുണ്ടായി പിടിച്ച് മാറ്റി സുരേഷ് ഗോപിക്ക് മറ്റേ നാടുവഴി ഒടുവിലുണ്ണി കൃഷ്ണ അവതരിപ്പിക്കുന്ന നാടുവഴി മോതിരമൊക്കെ കൊടുത്ത് വലിയ പുകഴ്ത്തലൊക്കെ പുകഴ്ത്തിയിട്ട് കളരിത്തറയിൽ വെച്ച് കാണുമ്പോൾ പാലങ്കേ നായരുടെ ക്യാരക്ടർ നീയാണ് സത്യത്തിൽ ശോഭിച്ചത് അടങ്ങുന്നത് കൊണ്ട് പറയുമ്പോൾ അയാൾ ഭയങ്കര ഇമോഷണലായിട്ട് പറയുന്നത് എനിക്കിത് മതി എന്നിട്ട് നേരെ കാൽക്കീഴിൽ ആണ് ചെയ്യുന്നത്. അവിടെ അയാളോട് കമ്മിറ്റഡായി കഴിഞ്ഞു, ലൈഫ് മുഴുവൻ അയാൾക്ക് തീരെഴുതി കഴിഞ്ഞു.
എന്തും അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ളത്. ആ അവസ്ഥയിലാണ് അയാൾ ഇതിനെല്ലാത്തിൻ്റെയും ഇരയാകുന്നത്, എല്ലാത്തിൻ്റെയും ഭാഗമാകുന്നത്. അയാൾക്ക് ഒഴിഞ്ഞു പോകാനും പറ്റില്ല. അതെ അതെ. എഴുത്തുകൊണ്ടും സിനിമ മേക്കിംഗ് കൊണ്ടും ഒക്കെ ഗംഭീരമാണ്. പിന്നെ പഴയ പറഞ്ഞ നല്ല എഴുത്തിന്റെ കാര്യം ആസ് എ സിനിമ അസാധ്യ കോമ്പിനേഷനാണ് സിനിമ. അസാധ്യ ടെക്നിക്കലി, കാസ്റ്റിംഗ് വൈസ്, ബാക്കി എല്ലാ സൈഡിലും കോമ്പിനേഷനാണ് സിനിമ. അല്ല, അത് ഒരു ഈ കാലത്തിൽ ഒരു തിയേറ്റർ വാച്ച്, നമ്മൾ തിയേറ്ററിൽ പോകുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസിനാണെങ്കിൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വടക്കം വീരഗാഥ. നമ്മൾ ഇതുവരെ കാണാത്ത, മലയാള സിനിമയ്ക്ക് പരിചയമല്ലാത്ത, എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പഴശ്ശിരാജയാണ് വന്നത്. എത്രയോ വർഷങ്ങളല്ല പഴശ്ശിരാജയ്ക്ക് തരാൻ പറ്റാത്ത ഇന്റൻസിറ്റി ഉണ്ട്. അതെ അതെ, ഓർ ഇമോഷൻ ഇതിനകത്താണ് കിടക്കുന്നത്. ഇപ്പം ഇൻ്റർസ്റ്റെല്ലാർ റീവാച്ച് വരുന്നു, അല്ലെങ്കിൽ ഇത് വരുന്നു. ഇൻ്റർസ്റ്റെല്ലാർ ഓൾറെഡി വന്ന സമയത്ത് അത്യാവശ്യം ടെക്നിക്കലി നമ്മൾ സൗണ്ട് ആയിരുന്ന സമയത്താണ് ഇൻ്റർസ്റ്റെല്ലാർ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ കണ്ടേക്കുന്നത്. അതെ അതെ അതെ. പക്ഷേ ഇത് അതിലും ഭീകര അതെ സംഗതിയാണ്. ഇപ്പം മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര യുണീക്കായ സിനിമകളുടെ ലിസ്റ്റിൽ കിടക്കുന്ന സിനിമയാണ്. പിന്നെ അല്ലേ, അതായത് ഇന്നും അങ്ങനെ പകരം വയ്ക്കാൻ വേറെ സിനിമയില്ല. കുട്ടിച്ചാത്തിന് പകരം വയ്ക്കാൻ ഇന്നും വേറെ സിനിമയില്ല. അതെ, ടെക്നിക്സ് കൊണ്ടും അല്ലാണ്ടും. അതെ അതെ അതെ. ഇത് കൈൻഡ് ഓഫ് മലയാളത്തിന്റെ ഗ്ലാഡിയേറ്റർ ആണ്. അല്ലേ, ഇവര് ഗ്ലാഡിയേറ്റേഴ്സ് ആണ് ശരിക്കും. കോൺസെപ്റ്റിൽ അതുണ്ട്. യഥാർത്ഥത്തിൽ മാക്സിമസ് എന്ന് പറയുന്ന ഗ്ലാഡിയേറ്ററിലെ പ്രധാന കഥാപാത്രം അനുഭവിക്കുന്ന ട്രോമ, അതായത് അധികാരവർഗത്തിന്റെ കീഴിൽ അയാൾ ഏറ്റുവാങ്ങുന്ന ദുരന്തവും അതിനുള്ള അയാളുടെ പ്രതികാരവുമാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നതെങ്കിൽ, ഈ പറയുന്ന അധികാരത്തിലുള്ള അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയ വർഗത്തിന്റെ താഴെ നിന്നിരിക്കുന്ന ഒരാൾ അനുഭവിച്ച അയാളുടെ ലൈഫിലെ തീരാ നഷ്ടങ്ങളുടെ കഥയാണ് വടക്കം വീരഗാഥ. അതെ അതെ അതെ. അപ്പം മലയാളത്തിലെ ഗ്ലാഡിയേറ്ററാണോ? അത് കൊള്ളാം അല്ലേ. ഗ്ലാഡിയേറ്ററിനേക്കാൾ മേലെയാണെന്ന് ഞാൻ പറയും. ഞാനിതിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. ഗ്ലാഡിയേറ്റർ നിൽക്കുന്നതും ഇമോഷണലാണല്ലോ. എന്ത് സ്കെയിൽ കാണിച്ചാലും പുള്ളി മറ്റേ ഇത് ഊരിയിട്ട് മൈ നെയിം ഈസ് മാക്സിമസ് അടിസ്ഥാന വർഗമാണ്. അതെ, എന്തായാലും നല്ല തീരുമാനമാണ് അല്ലേ. പിന്നെ അല്ല, വടക്കം വീരഗാഥ. അതെ അതെ. പിന്നെ അത് നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന, നമ്മുടെ മലയാളത്തിൻ്റെ നല്ല ഒറിജിനലായിട്ടുള്ള പഴയ തൊട്ടുള്ള ഈ ഏറ്റവും ക്ലാസിക് ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഫുൾ ക്രോർ ഇരുന്ന ഒരു തിയേറ്ററിൽ കാണുക. അതായത് നമ്മൾ യൂട്യൂബിലോ മൊബൈലിലോ കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് ഓടിച്ച് എണീറ്റ് വേറെ ചായ പിടിക്കാൻ പോയി അങ്ങനെയല്ല. തിയേറ്ററിൽ ഇരുന്നൊരു ഫുൾ ഈ 2-2.5 മണിക്കൂർ എന്തോ ഉണ്ടാകും. അത് ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:40 റൺ ചെയ്യുന്ന അറിയില്ല. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണേണ്ട സിനിമയാണ്. അങ്ങനെ ഒരു നടത്തേണ്ട ഒരു പഠനം ആ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ് ഡെഫിനറ്റ്ലി. അത് ഭയങ്കര ആ പടം ഡിസർവ് ചെയ്യുന്നുണ്ട്. ആ പടത്തിന്റെ മേക്കേഴ്സിന് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കുമെന്നാണ്. അതെ 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 അതെ. ബോത്ത് ക്ലാസ് ആൻഡ് കമേഴ്ഷ്യൽ ഗണത്തിൽ രണ്ട് തരത്തിലും വർക്കൗട്ടായ ഇത്തരം സിനിമകൾ ഭയങ്കര കുറവാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും കുറവാണ്. ഏത് ജനസിൽപ്പെട്ട, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആണിനും പെണ്ണിനും ചെറുപ്പക്കാരനും കുട്ടിക്കും പ്രായമായവർക്ക് എല്ലാവർക്കും ഒരേപോലെ വർക്കൗട്ടാവുന്ന, ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു യുനാനിമസ് തിങ്ങാണ്. നല്ല സിനിമ ഭയങ്കര യുണീക്കാണ്. ഞാൻ കാണുമ്പോൾ എൻ്റെ കുട്ടിയും അവനും അടുത്തിരുന്ന് കാണുന്നുണ്ട്. അവനൊക്കെ കൊണ്ടു എപ്പോഴോ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഈ പടം കൊള്ളും. എനിക്ക് തോന്നുന്നില്ല ഇത് കാണും. പിന്നെ അതിൻ്റെ ചലഞ്ച് എന്ന് വെച്ചാൽ അത്രയും ആ സിനിമയ്ക്ക് മുന്നേ വരെ ചന്തു ചതിയനായിട്ട് നമുക്കറിയാവുന്നതാണ്. എന്നോട് പടം കഴിഞ്ഞപ്പോൾ അപ്പോഴും ചോദിച്ചത്, ഇയാൾ ചതിയനാണെന്ന് പറഞ്ഞാ അങ്ങനെ ആയിരുന്നോടാ കഥ. ഞാൻ പറഞ്ഞു അവനോട്, അങ്ങനെ ആയിരുന്നോടാ കഥ, ഇയാൾ ചതിയനാണെന്നാണ് ഈ നാട്ടിൽ മുഴുവൻ ആളുകൾ പറഞ്ഞിരുന്നതാ. അപ്പോൾ ശരിക്കും നടന്നാണ് അങ്ങനെയല്ലടാ, ഇതിപ്പോൾ ഒരു പാട്ടിൽ പറയുന്ന കഥയാടാ, പക്ഷേ ഇയാൾ ചതിയനാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആൾക്ക് മനസ്സിലായത് അയാൾ ചതിയനല്ല. അല്ല, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ്, നമ്മളൊക്കെ വടക്കം പാട്ടൊക്കെ വിട്ടല്ലോ. ഇപ്പോഴത്തെ ആളുകൾ ചന്തുവിനെ അറിയുന്നത് മമ്മൂക്ക അവതരിപ്പിച്ച ചന്തുവിനെ അറിയുള്ളൂ. അങ്ങനത്തെ ഇതിലേക്ക് മാറിയില്ലേ? അതുവരെയുള്ള ഹിസ്റ്ററി ഫുൾ ഡിലീറ്റ് നുണയാൻ തന്നെ പറയേണ്ടി വന്നു നമുക്ക്. അതൊക്കെ നുണയാണ്. ഇതാണ് ശരി. പോലെ നിന്റെ ജാതകം ഞാൻ മാറ്റി അല്ല, ശരിക്കും മാറ്റി എഴുതിയ പോലെ തന്നെ അല്ലേ. അതാ ഇവൻ ചോദിച്ചതിന്റെ, ഞാൻ ഇപ്പോഴാണ് കറക്റ്റ് ചോദ്യം അവൻ ചോദിച്ചത്, ഇയാൾ ചതിയനാണെന്ന് ആരാ പറഞ്ഞേ? പ്രസക്തിയില്ല. അത് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നൊരു ദിവസം ഉണ്ടല്ലോ അളിയാ, അത് ഭയങ്കര പൊളിയായിരിക്കും. അത് ഇൻഡസ്ട്രി എല്ലാവരും ഇറങ്ങിയാലും എന്തിറങ്ങിയാലും അത് മിസ്സാക്കരുത്. ഇത് ഒരേ സമയം സിനിമ ആസ്വാദകർക്ക് അതേപോലെ സിനിമ വിദ്യാർത്ഥികൾക്ക് കൂടെ ആണ്. അതൊരു വലിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ സിനിമ. അതെ അതെ. അത് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്നുള്ള പ്ലാറ്റ്ഫോംസിൽ കാണുന്നതിനേക്കാൾ ഒരു തിയേറ്ററിലേക്ക് ഇത് കൊണ്ടുവരികയും
അങ്ങനെ ഗ്രൂപ്പായി കൂടുതലായി ഇരുന്ന ആളുകൾ കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു കലാസ്വാദകൻ എന്നുള്ള നിലയ്ക്കും ശരിക്കും ഭയങ്കര വർത്തിയായ ഒരു 2:40 2:40 അത് അത്തരം സാധനങ്ങളെ ആസ്വദിച്ച് ശീലിക്കുക എന്നുള്ളത് ഈ തലമുറയുടെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഫീലിങ്സൊക്കെ ഉണ്ടെന്നും ഇത്തരം സിനിമകളില്ലെങ്കിൽ ചിലപ്പം സ്ഥിരമായി കാണുന്നവർക്കൊന്നും കിട്ടില്ല. ഈ ചോര ചിന്തുന്ന വയലൻസ് പറയുന്ന അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പറയുന്ന അത്തരം സിനിമകളിലൂടെ കടന്നു പോകുന്ന ഒരു ഫേസ് ഉണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിക്ക്. ഇതിനൊക്കെ മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്ന, ചോര ചിന്തിയിട്ടുള്ള, നല്ല പ്രണയം ഉണ്ടായിട്ടുള്ള, അതാ ഭയങ്കരമായ സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഉണ്ടായിട്ടുള്ള, എല്ലാത്തിനെയും കൃത്യമളവിൽ ചാലിച്ച ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മലയാള സിനിമയുടെ കാലം ഉണ്ടായിരുന്നു. അത് ഭയങ്കര, അതായത് ഏത് കാറ്റഗറിയിലുള്ളവർക്കും നിങ്ങൾക്ക് ഈ സിനിമ ആസ്വദിക്കാം. നിങ്ങളത് ആ എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയാൽ മതി. എക്സാക്ട്ലി. നല്ല എഴുത്ത്, നല്ല പെർഫോമൻസ്, നല്ല പാട്ട്, നല്ല വരികൾ, നല്ല മ്യൂസിക്, അല്ല ഇതെല്ലാം കൊണ്ട് എല്ലാം ബെസ്റ്റാണ് സിനിമയുടെ. സാധാരണ അങ്ങനെ ഒരു അവാർഡ് പടം എന്ന് പറയുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഫൈറ്റ്, എന്ത് ജാതി ഫൈറ്റൊക്കെ എല്ലാം അടിപൊളിയാണ്. ആ സിനിമയിൽ ഉപയോഗിച്ച എല്ലാ ആർട്ടും, ആർട്ട് മീൻസ് എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും ഗംഭീരമായിട്ടുണ്ട്. ഗുരുവായൂർ ആനക്കൊട്ടിലില്ലേ, അവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ അത് ഇപ്പൊ അവിടെ ചെല്ലുന്നവർക്ക് ഇതൊക്കെ അറിയുമെന്ന് പോലും അറിയില്ല. ആ ബിൽഡിംഗ് ഒക്കെ ഏകദേശം ഇതിന്റെ ലൊക്കേഷൻ സ്റ്റിൽസൊക്കെ എപ്പോഴൊക്കെയോ നെറ്റിൽ എവിടെയൊക്കെയോ വന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എടുത്തിരുന്ന ഇവർ സെറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ സ്റ്റിൽസ്, അത് എവിടെയാണ് കിടക്കണമെന്ന് എന്തോന്നും അറിയില്ല. പക്ഷേ ആ സാധനങ്ങളൊക്കെ ഇനി സെർച്ച് ചെയ്യാൻ തുടങ്ങും ഈ സിനിമ വന്നതോടുകൂടി. അത് ആനക്കോട്ടയുടെ പൂമുഖം സെറ്റ് ഇട്ടതാ, പുറത്തുള്ള പൂമുഖം. ബാക്കിയെല്ലാം ഉണ്ട്. ആൽത്തറ ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറമുള്ള അമ്പലം ഇപ്പോഴും ഉണ്ട്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ വീട് മാത്രം നശിക്കാറായി കിടക്കുക. എന്തായാലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഉള്ളതിനെ ഓർത്തെടുക്കൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇവര് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാറ്റ്നി നൗ ആണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു, റീമാസ്റ്റർ ചെയ്യുന്നത്. അവർക്ക് ഇതിനൊരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചാലാണല്ലോ അവർക്ക് ഇനിയും ചെയ്യാനൊരു ഇതുണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മളൊരു മൂവി ലവർ ആണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് കാശ് കൊടുത്ത് തന്നെ കാണണം. പിന്നെ ഇങ്ങനത്തെ സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കൂടെ തന്നെ ഇനിയും ഹിറ്റ് സിനിമകൾ ഉണ്ടാവും. ബോക്സ് ഓഫീസ് ഹിറ്റുള്ള ഇൻഡസ്ട്രി 1000 കോടി പടങ്ങളുണ്ടാവും. പക്ഷേ ഇങ്ങനെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം നല്ലത് അതിനകത്ത് പെർഫോമൻസ്, എഴുത്ത്, അങ്ങനത്തെ ഒരു നറേറ്റീവിൽ ഇനി ഒരു സിനിമ വരാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ ഒരു ബ്ലെൻഡുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ടെക്നിക്സ് സിനിമയെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമയുടെ കഥയൊക്കെ ലിഫ്റ്റ് ചെയ്ത് മീൻസ് അതിനൊക്കെ മുകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തി. സിനിമ ടെക്നിക്കലി വിലയിരുത്തപ്പെടാൻ തുടങ്ങി. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരുന്നത്. എല്ലാ ടെക്നിക്കലി ഹൈയിൽ നിൽക്കുമ്പോഴും നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഇമോഷനിൽ നിൽക്കുമായിരുന്നു. അതാണ് നല്ല ഏറ്റവും ക്ലാസിയായ ഏറ്റവും ഗ്രേറ്റ് കഥ പറച്ചിലാണ് ഇത്തരം സിനിമകളുടെ മിടുക്ക്. ഒരു സ്ഥലത്തും ആ കഥ പറച്ചിൽ പൊളിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് അപ്പോഴും ഇപ്പോഴും. നല്ല സിനിമ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര നല്ല കാണാൻ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇമോഷണലി നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കും. ഭയങ്കര പരിപാടി. അത് കുഴപ്പമില്ല. എല്ലാം യുദ്ധവും മറ്റതുമൊക്കെ മീൻസ് ഫൈറ്റും പോരാട്ടവും ചുതും ഒക്കെ ഉള്ള സിനിമയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സംഘർഷത്തിലൂടെയാണ് എം ടി സാർ കഥ പറയുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോഴേ നമുക്ക് ഈ സങ്കടം, ഒരു നായകൻ്റെ സങ്കടം വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും ഈ ഫീലിംഗ് ഉണ്ടാകും. ഇത് ഭയങ്കര ക്ലാസിയായ ഹ്യൂമൻ ഇമോഷനാണെന്നാണ് പറയുന്നത്. നമുക്ക് അയാൾ എന്തുകൊണ്ടത് ചെയ്തു, അയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനൊക്കെ നമ്മൾ റീതിങ്ക് ചെയ്യും. അതായത് ഒരു നല്ല ആർട്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതാണ് പറയുക. അതിൻ്റെ പ്രേക്ഷകനെ ഉള്ളിൽ വെച്ചിടാൻ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നതാണ് പറയുക. ഒരു നല്ല ആർട്ടിന് കഴിയുന്ന ഏറ്റവും, പ്രത്യേകിച്ച് സിനിമ പോലെ അല്ലെങ്കിൽ നാടകം പോലെ ഒരു കലയുടെ ഏറ്റവും നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന, നമ്മൾ കരഞ്ഞ് നമ്മൾ ആ സങ്കടത്തെപ്പറ്റി ആലോചിച്ച് മറ്റേ ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചിന്തയെപ്പറ്റി വരെ ആലോചിച്ച് നമ്മളെ തന്നെ ഒന്ന് റീവോച്ച് ചെയ്യുന്നതാണ് പറയുക ഒരു നല്ല ആർട്ട് പറഞ്ഞ് തീരുമ്പോൾ. അങ്ങനെ ഈ സിനിമ പറഞ്ഞ് തീരുമ്പോൾ നമുക്കത് കിട്ടും. അങ്ങനെയാണ് ആ കഥ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ ഒരു ആർട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയണത് അതൊരു ഭയങ്കര നിസ്സാര കാര്യം, ഭയങ്കര വലിയ നേട്ടമാണ്. അത് വീണ്ടും അടുത്ത ആളിലേക്ക് പാസ് ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പം മലയാളത്തിലുള്ളവർ മാത്രമായിരിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു അതർ ലാംഗ്വേജുകാരും ഉറപ്പായും ഇതിൻ്റെ ഒരു റീവാച്ചിന് ഇവിടെ ഇതിന് വിസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവരും വീണ്ടും അത് കാണാൻ തയ്യാറാകുമായിരിക്കും അല്ലേ. ആകാശദൂത് കണ്ടിട്ട് കരയുന്ന ഒരു ബംഗാളിയുടെ
ഒരു റീല് എപ്പോഴും ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. ഞാൻ കരയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകാശദൂത് കാണണം, അവൻ സബ് ടൈറ്റിൽ കാണുന്നു. പക്ഷെ പടം തീരുമ്പോൾ കരഞ്ഞ് ആകെ ചമ്പായി. ഇങ്ങനത്തെ ഒരു കഥയാണ് സിനിമ പറയുന്നത്. ഈ ഇതിലുള്ള പല ആർട്ടിസ്റ്റുകളും ഇപ്പം ഇല്ല അല്ലേ? ഉണ്ട്. ബാലങ്കാര് അങ്ങനെയുള്ള ക്യാപ്റ്റൻ രാജു ഇവരൊക്കെ ഉണ്ട്. അതായത് സുരേഷ് ഗോപി, ഗീത ആ ജനസിലുള്ള മമ്മൂക്ക ആ ജനസിലുള്ളവരുണ്ട്. പക്ഷേ വേറെ കുറേ മരിച്ചുപോയ ഒരുപാട് പേര് ഇല്ല. സുകുമാരി ഇല്ല. അതെ, അങ്ങനെ കുറേ പേരെ കണ്ടതായിട്ട് ഞാൻ ഓർത്തേ. കുറേ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ ഓർമ്മ പുതുക്കലും കൂടിയാണ് സിനിമ. അതും നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടതൊക്കെ സ്ക്രീനിൽ കാണാതെ പുറത്തുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ആ ടെക്നീഷ്യന്മാരും കുറേ പേര്. ഇപ്പം അതിൻ്റെ DOP ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ ഈ കലാസംവിധാനം അല്ലെങ്കിൽ കോസ്റ്റ്യൂമിലൊക്കെ വർക്ക് ചെയ്ത ആളുകളൊന്നും ഇപ്പോൾ ചിലപ്പം ഉണ്ടാവണമെന്നില്ല. പുള്ളി മരിച്ചുപോയി. അതെ 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 അതെ. അപ്പോൾ ഈ ഫെബ്രുവരി 7-ാം തീയതി വീണ്ടും നമുക്ക് വേണ്ടി അറ്റ്മോസ്ഫിയർ കിടക്കാൻ വരുന്നതായിരുന്നു. അതെ അതെ. ചന്തു എന്തായാലും കാണണം. നമ്മളത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്നാലാണ് ഇനിയും നല്ല സിനിമകൾ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുള്ളൂ അവർ. MT സാറ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതാണ്. ഈ സിനിമ ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്നു അദ്ദേഹമാണ്. അങ്ങനെയില്ലെങ്കിൽ ഈ സിനിമയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല എന്ന് തോന്നുന്നത്. അപ്പം ചില കാര്യങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. അതെ.